ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ IIT മദ്രാസ് പുതിയതായിട്ടൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ എലിജിബിലിറ്റി, ആർക്കൊക്കെ അത് അപ്ലൈ ചെയ്യാം, എങ്ങനെ അതിലേക്ക് എൻട്രി നേടാം എന്നൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വിതൗട്ട് എനി ഫർദർ ഗോ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് BS in എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് ടെക്നോളജി എന്ന് പറഞ്ഞ IIT മദ്രാസ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത കോഴ്സിനെ പറ്റിയാണ്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഹൈബ്രിഡ് ഡിഗ്രി പ്രോഗ്രാമാണ്. ഇനി നമ്മൾ പ്രോഗ്രാമിൻ്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഇതൊരു ബാച്ചിലേഴ്സ് ഓഫ് സയൻസ്, അതായത് BS in എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് ടെക്നോളജിയാണ്. പിന്നെ IIT മദ്രാസ് തന്നെയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 4 year അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാമാണ്. ടോട്ടൽ 142 ക്രെഡിറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. പിന്നെ ഫ്ലെക്സിബിളും സെൽഫ് പേസ്ഡുമാണ് ഇതിൻ്റെ ഒരു ലേണിംഗ് മെത്തഡോളജി. പിന്നെ NEP, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വെച്ചിട്ട് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണിത്. ആർക്കൊക്കെ ഇത് എലിജിബിളാണ്, ആരെല്ലാം ഇതിനകത്ത് ഈ കോഴ്സിൽ എലിജിബിൾ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ക്ലാസ് പ്ലസ് ടുവിന് ഫിസിക്സും മാത്സും മാൻഡറ്ററി ആയിട്ടുള്ള ഏതൊരു കാൻഡിഡേറ്റ്സിനും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ AICTE അപ്രൂവ്ഡ് ഡിപ്ലോമ ഹോൾഡേഴ്സിനും ഇത് എലിജിബിളാണ്. പിന്നെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. പിന്നെ ഇന്ത്യൻസിനും നോൺ ഇന്ത്യൻസിനും ഒരേപോലെ അറ്റൻഡ് ചെയ്യാവുന്ന കോഴ്സാണ്. ഇനി ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് 2 ടൈപ്പാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് വന്നിട്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞത് റെഗുലർ എൻട്രി ആണ്. സെക്കൻഡ് ടൈപ്പാണ് JEE അഡ്വാൻസ് ടു ക്വാളിഫൈ ചെയ്തിട്ട് എൻട്രി ആവുന്ന കേസ്. ഇതിനകത്ത് റെഗുലർ എൻട്രിയിൽ ഒരു 4 വീക്ക് IIT മദ്രാസ് തന്നെ ഓൺലൈൻ ആയിട്ട് ക്ലാസ്സസും ലെക്ചേഴ്സൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അത് കണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് കാൻഡിഡേറ്റ്സ് IIT മദ്രാസ് തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ക്വാളിഫയർ എക്സാം എഴുതണം. അതിന് മിനിമം 40% മാർക്ക് വാങ്ങിയാലാണ് നമ്മൾ ജസ്റ്റ് എൻട്രി ആവുള്ളൂ ഈ കോഴ്സിലേക്ക്. ഇനി അതല്ല, JEE അഡ്വാൻസിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഈ ക്വാളിഫയർ എക്സാം എഴുതേണ്ട ആവശ്യമില്ല, അവർക്ക് ഡയറക്റ്റ് എൻട്രി ആണുള്ളത്. പിന്നെ മോഡ് ഓഫ് സ്റ്റഡിയും ഡ്യൂറേഷനും എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓൺലൈൻ ലെക്ചേഴ്സായിട്ടാണ് നമുക്ക് ലെക്ചേഴ്സും ഒക്കെ കിട്ടുന്നത്. അതിന് അസൈൻമെൻറ്റ്സും ഉണ്ടാവും. പിന്നെ ഈ അസൈൻമെൻറ്റ്സ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഡെഡ് ലൈനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഇൻ പേഴ്സൺ എക്സാംസ് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സെൻറ്റേഴ്സിൽ പോയി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ലാബ്സ് മാൻഡറ്ററി ആയിട്ടും IIT മദ്രാസിൽ തന്നെ നമുക്ക് ചെന്ന് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ചാൻസും IIT മദ്രാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂഷ്വലി ഇതൊരു 4 year കോഴ്സാണ്. പക്ഷേ IIT മദ്രാസ് ഒരു 8 yearsോളം നമുക്ക് ഫ്ലെക്സിബിലിറ്റി തരുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ജനറലി ഇതൊരു 4 to 6 yearsനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നതുമാണ്. പിന്നെ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് ശരിക്കും പറഞ്ഞാൽ 3 ലെവലിലായിട്ടാണ് പ്രോഗ്രാം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ലെവല് ഫൗണ്ടേഷൻ ലെവലിലെന്ന് പറയുമ്പോൾ 32 ക്രെഡിറ്റ്സ് ആണ് മൊത്തം ഉള്ളത്. സെക്കൻഡ് ലെവല് ഡിപ്ലോമ ലെവലാണ്. തേർഡ് ലെവലാണ് ഡിഗ്രി ലെവല്. ഡിപ്ലോമ ലെവലിൽ 52 ക്രെഡിറ്റ്സ്, ഡിഗ്രി ലെവലിൽ 58 ക്രെഡിറ്റ്സ്. അങ്ങനെ ടോട്ടൽ 142 ക്രെഡിറ്റ്സ് ആണ് ടോട്ടൽ പ്രോഗ്രാമിൽ ഉള്ളത്. അപ്പോൾ ഇതിന് ഉള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, ഓരോ ലെവൽ കഴിയുമ്പോഴും നമുക്ക് മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഫൗണ്ടേഷൻ ലെവൽ കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷൻ സർട്ടിഫിക്കറ്റായിട്ട് നമുക്ക് എക്സിറ്റ് ആവാം. ഡിപ്ലോമ ലെവൽ കഴിഞ്ഞാൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റായിട്ട് നമുക്ക് എക്സിറ്റ് ആവാം. ഇനി എക്സിറ്റ് ആവേണ്ട കാൻഡിഡേറ്റ്സിന് യൂഷ്വലായിട്ട് നമുക്ക് സാധാ BTech പ്രോഗ്രാംസിന് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. ഇതാണ് ഈ ഒരു കോഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നെ കീ അക്കാഡമിക് ഏരിയാസ് എന്തൊക്കെയാണ് കോഴ്സിൽ കവർ ചെയ്യുന്ന മെയിൻ ടോപ്പിക്സ് നോക്കാം. അതായത് എയറോഡൈനാമിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, എയർക്രാഫ്റ്റ്, സ്പേസ് സ്ട്രക്ചേഴ്സ്, പിന്നെ ജെറ്റ് ആൻഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം, പിന്നെ ഫ്ലൈറ്റ് ഡൈനാമിക്സ്, കൺട്രോൾ ആൻഡ് എയറോ ഇലാസ്റ്റിസിറ്റി, ഇതൊക്കെയാണ് മെയിനായിട്ട്
കോഴ്സിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ്. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടാമെന്ന് നോക്കാം. ഇസ്രോ, DRDO, HAL, പിന്നെ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്സുകൾ ധാരാളമുണ്ട്. പിന്നെ ഡിസൈൻ, അനാലിസിസ്, സിമുലേഷൻ, പിന്നെ കൂടാതെ തന്നെ മറ്റ് റിസർച്ച് റോൾസിലേക്ക് എല്ലായിടത്തേക്കും കാൻഡിഡേറ്റ്സ് എലിജിബിൾ ആവുകയാണ് ഓട്ടോമാറ്റിക്കലി. ഇനി കരിയർ അല്ല, നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ ഇതിന് ഒരു സ്ട്രോങ് ഗേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രിപ്പറേഷനും ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നടന്നു പോകും. കാരണം കരിക്കുലം ഓൾമോസ്റ്റ് ഗേറ്റിൻ്റെ സിലബസായിട്ട് വളരെ അലൈൻഡ് ആണ്. പിന്നെ അതോടൊപ്പം തന്നെ കാൻഡിഡേറ്റ്സ് ഓട്ടോമാറ്റിക്കായിട്ട് MS-ഉം PhD-യും ഇന്ത്യയിലും എബ്രോഡും ചെയ്യാനും എലിജിബിൾ ആവുകയാണ്. പിന്നെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ടോപ്പ് പെർഫോമേഴ്സ് IIT മദ്രാസിൽ തന്നെ MS-ന് ഗേറ്റ് എക്സാം എഴുതാതെ തന്നെ ഡയറക്റ്റ് എൻട്രി കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സ്പേസ് റിലേറ്റഡ് കരിയർ ആയിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും സെയിം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്യുക. അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഗൈസ്.